കുട്ടികൾക്ക് കാണാൻ പറ്റിയ സിനിമയാണ്. കോളേജ് കുട്ടികൾക്കും എല്ലാവരും കാണാൻ പറ്റിയ സിനിമയാണ്. പടം അടിപൊളിയാണ് മോനെ. മക്കളെ പോലുള്ള കുട്ടികൾക്ക് കാണാൻ പറ്റിയ സിനിമയാണ്. ഒരുപാട് വിഷ്വൽസിനകത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്. അടിപൊളി സിനിമയാണ്. നല്ലതാണ്. പിള്ളേർക്കുള്ള പറ്റിയ പടമാണ്. ഇഷ്ടപ്പെട്ട മീന്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പൂച്ച, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പറ്റി, അതുപോലെ ഇത് വാളുകള്, പിന്നെ ബെല്ല് മണികള്, അതുപോലെ തന്നെ നല്ല ഒരു മെസ്സേജ്, കുറെ കാര്യങ്ങൾ. പടം അടിപൊളിയാണ് മോനെ. മക്കളെ പോലുള്ള കുട്ടികൾക്ക് കാണാൻ പറ്റിയ സിനിമയാണ്. ഒരുപാട് വിഷ്വൽസിനകത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്. അടിപൊളി സിനിമയാണ്. ഒരിക്കലും ഒരു മാസ് സിനിമയായിട്ട് ഇത് വന്ന് കാണരുത്. ഇത് ഫുൾ ഫാന്റസി സിനിമയാണ്. ഒരിക്കലും വെട്ടും കുത്തും കൊലപാതകവും ബ്ലഡും ഒന്നുമില്ല. കുഞ്ഞുങ്ങളും ഫാമിലിയായിട്ട് വന്നിരുന്ന് കണ്ട് സന്തോഷപൂർവ്വം ഒരു ക്രിസ്മസ് ദിനത്തിൽ ആഘോഷിക്കാൻ പറ്റിയ സിനിമയാണ്. ലാലേട്ടന്റെ 47 വർഷത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡയറക്ഷനിലുള്ള സിനിമയാണ്. വളരെയധികം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മക്കളെല്ലാവരും വന്ന് കാണണം. കുഞ്ഞുങ്ങളെല്ലാവരും വന്ന് സന്തോഷിക്കട്ടെ. അടിപൊളി അടിപൊളി സിനിമ. 3D ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ വിഷ്വൽസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കിഡിലുമാണ്. നല്ല രസമുള്ള സിനിമയാണ് മോളെ. എല്ലാവരും കേട്ടോ, പിള്ളേരെല്ലാം വന്ന് കാണണം. സന്തോഷിച്ച് ക്രിസ്മസ് അടിപൊളിയാവട്ടെ. എന്തെങ്കിലും ഫാന്റസി മൂവി ആയിട്ട് കാണുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? 3D ഇഷ്ടപ്പെട്ടു. സിനിമ എങ്ങനെയുണ്ട്? സിനിമ അടിപൊളി സിനിമയാണ്. കുട്ടികൾക്ക് കാണാൻ പറ്റിയ സിനിമയാണ്. കോളേജ് കുട്ടികൾക്കും എല്ലാവരും കാണാൻ പറ്റിയ സിനിമയാണ്. നല്ല സിനിമയാണ്. 3D എഫക്ട്സ് ഒക്കെയോ? 3D എഫക്ട് വെരി ബ്യൂട്ടിഫുൾ. ഫാന്റസി മൂവി ആയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം? എല്ലാ ഭാഗവും ഇഷ്ടപ്പെട്ടു. നല്ല മൂവി. ചേച്ചി പാട്ട് അങ്ങനെ ഉണ്ടായിരുന്നു? കളായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതൊക്കെ? എനിക്ക് ഇങ്ങനെ ഫാന്റസി മൂവി ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് കിഡ്സിന് എഫക്റ്റ് ആവോ? കിഡ്സിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പടം എങ്ങനെ ഉണ്ടായിരുന്നു? രസമുണ്ടായിരുന്നു. കാണാൻ രസമുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. 3D എഫക്ട്സ് ഒക്കെയോ? 3D എഫക്ട്സ് നന്നായിരുന്നു. മോഹൻലാലിന്റെ ഡയറക്ഷൻ കൊള്ളായിരുന്നു. അടിപൊളിയായിരുന്നു. പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം നല്ലതാണ്. പിള്ളേർക്കുള്ള പറ്റിയ പടമാണ്. പിള്ളേർക്ക് പറ്റിയ ഇതാണ്. വിഷ്വൽസ് നല്ലതാണ്. പിള്ളേർ നല്ലപോലെ എൻജോയ് ചെയ്യും. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്കുള്ള ഒരു മെസ്സേജ് അതിനകത്ത് ഡെലിവർ ചെയ്യുന്നുണ്ട്. 3D എഫക്ട്സ് ഒക്കെ എങ്ങനെയായിരുന്നു? 3D എഫക്ട്സ് സൂപ്പറാണ്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോളിവുഡിലൊക്കെ കാണുന്ന 3D പോലെയല്ല. ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഹോളിവുഡിലും എനിക്ക് തോന്നുന്നത് ഇതിനെക്കാട്ടിലും നല്ല ഹോളിവുഡിൽ വന്നിട്ടില്ല. സോ ഉറപ്പായിട്ട് പിള്ളേർ ഉറപ്പായിട്ട് പോയി കാണണം. ഫാന്റസി മൂവി ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടോ? ഇറ്റ് ഈസ് എ ഫാന്റസി. ഇത് ഫാന്റസി മൂവി തന്നെയാണ്. ഒരു ഫിക്ഷനാണ്. നമുക്ക് എന്താ പറയുക, നമ്മൾ സ്റ്റോറി ബുക്സിലൊക്കെ വായിക്കുന്നത് ഫെയറി ടെയിൽസ് അതുപോലത്തെ ഒരു ജോണറാണ്. നല്ലൊരു ഇതാണ്. അപ്പോൾ മോഹൻലാലിന്റെ ഡയറക്ഷൻ എങ്ങനെയുണ്ട്? മോഹൻലാലിന്റെ ഡയറക്ഷൻ നല്ലതാണ്. നമ്മളിപ്പോൾ മോഹൻലാലിന്റെ കണ്ടിരിക്കുന്ന സിനിമകളുടെ കാട്ടിൽ ഒരു വ്യത്യസ്തമായ ഒരു പടമാണിത്. അപ്പം നമ്മൾ യൂഷ്വലി മോഹൻലാലിന്റെ ഒരു ഫൈറ്റ് സീൻസ്, പിന്നെ ഒപ്പത്തിലൊക്കെ നമ്മളൊരു ഫാദർ ഇതിൻ്റെ സീൻസ്, അതിനെക്കാട്ടിലൊരു കുറച്ചുകൂടെ ഒരു ഫാദർ ആൻഡ് ഡോട്ടർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇമോഷണൽ ടച്ചുള്ള ഒരു മൂവിയാണ്. താങ്ക് യു. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. മോൾക്ക് ഇഷ്ടപ്പെട്ടോ? 3D ഒക്കെയോ? സൂപ്പർ സൂപ്പർ. ഓക്കെ, മെരി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. വളരെ നന്നായിട്ടുണ്ടായിരുന്നു.
3D അടിപൊളിയായിരുന്നു. പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഓക്കെ, പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം കുട്ടികൾക്ക് കാണേണ്ട പടമാണ്, നല്ല പടമാണ്. കുട്ടികൾ ഇത് നമുക്ക് കുട്ടികൾക്ക് എന്തെല്ലാം മെസ്സേജ് കൊടുക്കാൻ പറ്റും ആ വീട്ടിൽ കൊടുത്തില്ലെങ്കിൽ ഈ പടത്തിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നല്ല നല്ല വസ്തുക്കൾ, പഴയ വസ്തുക്കൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന മീന്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പൂച്ച, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഭക്തി, അതുപോലെ ഇത് വാളുകൾ, പിന്നെ ബെല്ല് മണികൾ, അതുപോലെ തന്നെ നല്ല ഒരു മെസ്സേജ്, കുറേ കാര്യങ്ങൾ, അറിവുകളെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്ന സിനിമയാണ് പെറോസ് സിനിമ. 3D ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 3D അടിപൊളിയാണ്. 3D നമ്മൾ പറയും ഇത് കണ്ണാടി വെറുതെ വെച്ചാൽ എഫക്റ്റ് ഉണ്ടാവുമെന്ന്. 100% 3D കണ്ണാടി വെച്ചാൽ 100% എഫക്റ്റ് തന്നെ, വെച്ചിട്ടെങ്കിൽ എഫക്റ്റ് ഉണ്ട്. അത് നമ്മൾ സാധാരണ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ കാണാൻ പറ്റും. കണ്ണാടി വെച്ചില്ലെങ്കിൽ വെച്ചാൽ സ്ക്രീനിൽ നമുക്ക് നമ്മൾ മുഖത്തടിക്കുന്ന പോലെ ഓരോരോ മൃഗങ്ങളെല്ലാം നമ്മളെ മുഖത്തേക്ക് വരും. ഒരു പാമ്പെല്ലാം നമ്മളെ കൈൻ്റെ അടുത്ത് ഇത്ര തൊട്ടടുത്ത് വരുന്ന പോലെ ഫീലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഡയറക്ഷനോ? ലാലേട്ടൻ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഭയങ്കര എത്ര വർഷങ്ങൾ എടുത്തിട്ട് ഇത് മൈൻഡ് ഉപയോഗിച്ചിട്ട് ചെയ്ത സിനിമ തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്താ പറഞ്ഞാൽ അത്രയും രസകരമായിട്ട് സെറ്റപ്പ് എല്ലാം അടിപൊളി സെറ്റപ്പാണ്. പിന്നെ അഭിനയം പിന്നെ ഒന്നും പറയാനില്ല, അത്രയും അഭിനയമാണ്. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. 3D ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അപ്പോ മോഹൻലാലിന്റെ ഡയറക്ഷൻ ഒക്കെ ഇഷ്ടപ്പെട്ടോ? എല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നോ? ഓക്കെ. സെയിം. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അല്ലെങ്കിൽ ഫെയറി ടെയിൽ പോലെ ആയിരുന്നോ കൂടുതൽ എഫക്ട് ചെയ്ത്? പടം നമ്മുടെ ലാലേട്ടൻ്റെ ഡയറക്ഷനാണ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പിന്നെ കൊച്ചു കുട്ടികൾക്ക് കാണാൻ പറ്റിയൊരു മൂവിയാണ്. പിന്നെ വെക്കേഷൻ മൂവി ആയതുകൊണ്ട് കുട്ടികളൊക്കെ കൂട്ടി എല്ലാവരും വന്ന് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു മൂവിയാണ്. ഓക്കെ, അതെ അതെ, ഫാമിലിക്കും പറ്റിയതാണ്, കുട്ടികൾക്ക് വരെ കാണാൻ പറ്റിയൊരു മൂവിയാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്, നല്ല മൂവിയാണ്, ഗംഭീരമായിട്ടുണ്ട്. അതിൻ്റെ വർക്ക്, ക്യാമറ വർക്ക്, മ്യൂസിക് എല്ലാം തന്നെ ഗംഭീരമാക്കിയിട്ടുണ്ട്. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? മൂവി നല്ല രസമായിട്ടുണ്ട്. ഫൈറ്റ് സീനൊക്കെ മോഹൻലാൽ ലാൽ സാറിന്റെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇത് ഫാന്റസി മൂവി ആയിട്ട്, ഫാന്റസി ചിൽഡ്രൻസ് മൂവിയാണ്. ഫാന്റസി മൂവി ആയിട്ട് വന്ന ആ ഐഡിയ ഇഷ്ടപ്പെട്ടല്ലോ. എനിക്ക് ഇങ്ങനെ ഫാന്റസി മൂവി ഇഷ്ടമാണ്. കാരണം ഇന്നാള് ഇതില് ശബ്ദം കൊടുത്തിരിക്കുന്ന മമ്മൂക്കയാണ് ഫസ്റ്റ് ഹാഫിൽ. പിന്നെ ഇതില് നമ്മുടെ പട്ടണത്തിൽ ഭൂതത്തിലും കണ്ട് ഒരു ഭൂതത്തിന്റെ കഥ വന്നതാണ് മമ്മൂക്ക ചെയ്താണ്. അപ്പൊ അതിന് പട്ടണത്തിൽ ഭൂതത്തിന് ശേഷം ഒരു ഫുൾ ഫാന്റസി മൂഡിൽ ഒരു ചിൽഡ്രൻസ് മൂവി തന്നെ ലാലേട്ടൻ ചെയ്തിരിക്കുന്നത്. 3D എഫക്ട്സ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്, ഗ്ലാസ് ഒക്കെ വെച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഇതിലെ പറയുന്നത് പോരായ്മൊന്നുമില്ല, എന്നാലും ഇതിലെ പല സീക്വൻസ് കണ്ടപ്പോൾ എനിക്ക് ദിലീപിന്റെ സിനിമകളെ ഓർമ്മ വന്നു. ജാക്ക് ആൻഡ് ഡാനിയൽസിലെ കുറെ ഒരു VFX രംഗങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു സിനിമയിൽ പല. പിന്നെ ഇതിൽ എടുത്തവരുടെ കാര്യം തന്നെ ആൻഡി പെരുമ്പാവൂരുണ്ടല്ലോ, ആൻഡി പെരുമ്പാവൂർ ചേട്ടന്റെ അഭിനയം, ആൻഡി പെരുമ്പാവൂരിന്റെ പ്രൊഡ്യൂസിംഗ് രീതിയൊക്കെ ആശീർവാദ് ഫിലിംസിന്റെ പ്രൊഡ്യൂസിംഗിനൊക്കെ വർക്കൗട്ട് ആയിപ്പോയി നല്ല രീതിയിൽ.